ഇന്നലത്തെ വെച്ചിട്ട് CT നമ്മൾ എടുത്തതിനകത്ത് ബ്രെയിനിനകത്ത് ആ സ്റ്റാറ്റസ് കോ തന്നെയാണ്. സാധാരണഗതിയിൽ സെക്കൻഡ് ഡേ ആകുമ്പോൾ നമുക്ക് മോശമായിട്ടുള്ള ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ചതവുകളോ വേറെ കൂടുതൽ എന്തെങ്കിലും കാണാറുണ്ട്. അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത് തന്നെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കേണ്ടത്. നമുക്ക് ബ്രെയിനിൽ അതേമാതിരി തന്നെ നിൽക്കുന്നു, മോശമായിട്ടില്ല. നമുക്കിപ്പോൾ ഒരു ചാലഞ്ചായിട്ടുള്ളത് ലങ്സിലാണ്. ലങ്സിൽ നല്ല ഇന്നലത്തെ ചതവ് വന്നിട്ട് ആ ചതവിനകത്ത് കൂടി ഉണ്ടായിരിക്കുന്ന രക്തസ്രാവം എന്ന് പറഞ്ഞാൽ രക്തം ആസ്പിറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 കുഴലാണ്. അപ്പോൾ ഈ രക്തം ബ്ലീഡ് ചെയ്തിട്ട് മൂക്കിൽ നിന്നും വായുന്നു അത് നേരെ ലങ്സിൽ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് ലങ്സിൽ വളരെ കുറവേ ഉള്ളൂ, ഒരു 200 ml താഴെ ഉള്ളൂ, 2 സൈഡിലും ഉണ്ട്. പിന്നെ നമുക്കുള്ള ചതവ് പറ്റിയിട്ടുള്ള റിബ് ഫ്രാക്ചറാണ്. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് ലങ്സിനകത്ത് കുറച്ച് ചതവ് പറ്റിയിട്ടുള്ള ആ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇന്നത്തെ CTയിൽ നമ്മൾ കണ്ടിരിക്കുന്നതും. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഇത് നമുക്ക് വെന്റിലേഷനിൽ തന്നെയാണ്, കുറച്ച് അധികം ദിവസം വെന്റിലേഷൻ വേണ്ടി വരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇൻഫെക്ഷൻ അതർവൈസ് ലങ്സിലുള്ള ഇൻഫെക്ഷൻ മാറാനായിട്ടുള്ള ആൻറ്റിബയോട്ടിക്, നല്ല ആൻറ്റിബയോട്ടിക് 2 തരം ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇന്നലെ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. അതൊക്കെ അത് പോകുന്നുണ്ട്. പിന്നെ ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് ടീമായ ഡോക്ടർ ജയകുമാർ, കോട്ടയത്തു നിന്നുള്ള ഡോക്ടർ ജയകുമാർ ഇന്നലെ രാത്രി വന്ന് കണ്ടു. അപ്പോൾ ഇന്നലെ രാത്രി നമുക്ക് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഒരു ക്ലോട്ട് ഉണ്ടായിരുന്നു. ഈ ആസ്പിറേറ്റ് ചെയ്ത ഒരു ക്ലോട്ട് ഒരു ലങ്സിൻ്റെ തുടക്കത്തിൽ വന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു ട്യൂബ് ഇട്ടിട്ട് അതെടുത്ത് മാറ്റി, ക്ലോട്ട് മാറ്റി. അപ്പോൾ ഒരു റെസ്പിറേറ്ററി ഇത്തിരി ഡിപ്രഷൻ വന്നപ്പോഴാണ് നമ്മളത് ചെയ്തത്. അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നോക്കിയപ്പോൾ അതൊക്കെ ഇന്നലെ തന്നെ ഡോക്ടറിൻ്റെ ജയകുമാർ ഉള്ളപ്പോൾ തന്നെയാണ് അതെല്ലാം ചെയ്തത്. അപ്പോൾ ഇന്ന് രാവിലെയും ഡോക്ടർ ജയകുമാറിന് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരും പറയുന്നത് സെയിം പ്രോട്ടോക്കോൾ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി ഡോക്ടർ മിഷേൽ, ഐ വിൽ ആസ്ക് ഡോക്ടർ മിഷേൽ ആൻഡ് ഗൗതം ഓൾസോ ടു ടോക്ക്. ഇന്നത്തെ സ്കാൻ പ്രകാരം പുതുതായിട്ടുള്ള അഡീഷണൽ ഇഞ്ചുറീസ് ഒന്നും ഫോർച്ചുനേറ്റ്ലി ഉണ്ടായിട്ടില്ല. ഇന്നലത്തെ സ്റ്റാറ്റസ് കോ തന്നെയാണ്. അത് തന്നെ ഒരു വലിയ ഗ്രാറ്റിഫൈങ് ഫൈൻഡിങ് ആണ്. പുതുതായിട്ടുള്ള ഡിസെക്ഷൻസോ സ്ട്രോക്കോ അഡീഷണൽ ഡാമേജുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രെയിൻ ഭാഗത്തു നിന്നുള്ള ട്രീറ്റ്മെൻറ്റ് അതേ രീതിയിൽ തന്നെ തുടരുക എന്നുള്ളത് തന്നെയാണ് സ്ട്രാറ്റജി. ലങ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജീസുമായിട്ട് കണ്ടിന്യൂ ചെയ്യണം. ലങ്സ് ഓക്സിജൻ ഡെലിവറി ചെയ്യുന്ന ഒരു ഓർഗൻ ആയതുകൊണ്ട് ലങ്സിൻ്റെ ഔട്ട്കവും ടോട്ടൽ ഔട്ട്കത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. യൂഷ്വലി സ്കാനിൽ അങ്ങനത്തെ ഒരു ഇഞ്ചറി ഉണ്ടെന്നൊരു പാറ്റേൺ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു പാറ്റേൺ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഗൗരവമായിട്ട് തന്നെ കാണണം. അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. വെരി റെയർലി ആ ഒരു പാറ്റേണിനനുസരിച്ച് പ്രതികരണം അങ്ങനെ മോശമാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അതെപ്പോഴും വളരെ ഗ്രേവായിട്ട് ഒരു പ്രോബ്ലമായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. കാരണം ഓൺ ദി ഹോൾ ലങ്സും ബാക്കി ഇഷ്യൂസൊക്കെ സെറ്റിൽ ആകുമ്പോഴാണ് ബ്രെയിനിന് റിക്കവർ ചെയ്യാനുള്ള സമയവും സാവകാശവും കിട്ടുന്നത്. അത് പറയാറായിട്ടില്ല. കാരണം ഈ ലങ്സിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് അത് ലങ്സിന് ചിലപ്പോൾ ഇത്തിരി ഇൻഫെക്ഷൻ കൂടാനും സാധ്യതയുണ്ട്. അതങ്ങനെയാണ് നമ്മൾ കണ്ടുവരാറ്. കാരണം ഷീസ് എ ലിറ്റിൽ ഒബീസ് പേഴ്സൺ. അപ്പോൾ ഇത്തിരി തടിയുള്ള ഒരാളാവുമ്പോൾ കുറച്ച് കളക്ഷൻസ് ഉണ്ടാവും. റിക്കവറിക്ക് കുറച്ച് സാധാരണ നിലയിൽ നിന്ന് കുറച്ച് അധികം സമയം എടുക്കും. ഇല്ല, ഷീസ് ഓൺ വെന്റിലേഷൻ ആവുമ്പോൾ നമ്മൾ സെഡേറ്റ് ചെയ്തിട്ട് തന്നെ വെന്റിലേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഷീസ് നോട്ട് ഇൻ കോൺഷ്യസ് സ്റ്റേറ്റ് നൗ. ഷീ ഈസ് ഹാവിങ് ഹാർട്ട് ഡിസീസ് ഉണ്ടായിട്ട് സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. ഷീ വാസ് ഓൺ എക്കോസ്പിരിൻ. ആ എക്കോസ്പിരിൻ കഴിച്ചിരുന്നത് കൊണ്ടാണ് ബ്ലീഡിംഗ് ഒക്കെ കുറച്ച് അധികം ഉണ്ടായത്. ഇന്നലെ ഇവിടുത്തെ ഒരു വൂണ്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു, നല്ല വൂണ്ടായിരുന്നു, അത് ലാസറേറ്റഡ് വൂണ്ടായിരുന്നു. അതിന് നന്നായിട്ട് ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലഡ് ലോസ് ഉണ്ടായിട്ട് ഇന്നലെ നമ്മൾ 2 യൂണിറ്റ് ബ്ലഡും കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ HB ഈസ് 11.4 സ്റ്റേബിൾ ആണ്. അപ്പോൾ നമ്മളത് ഇന്ന് രാവിലെ CT ചെക്ക് ചെയ്ത് നോക്കിയതും വേറെ എവിടെയെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് അറിയാനും കൂടിയായിരുന്നു. അപ്പോൾ അതിനകത്തൊന്നും ബ്ലീഡിംഗ് ഒന്നും കണ്ടിട്ടുമില്ല. സ്കൾ ഫ്രാക്ചർ ആയിട്ടില്ല. ഒരു നേസോ എത്മോയിഡൽ സൈനസ് ഫ്രാക്ചേഴ്സേ ഇവിടെയുള്ള ഒരു ഫ്രാക്ചർ, മാക്സിലർ ഫ്രാക്ചറും നേസൽ ബോൺ ഫ്രാക്ചേഴ്സും ഉണ്ട്. യൂഷ്വലി ഇതിൻ്റെ റിക്കവറി വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ പേഷ്യൻറ്റ്. അതിന് അങ്ങനെയാണ്. ഐ വോണ്ട് നമ്മുടെ ക്രിട്ടിക്കൽ കെയർ ഹെഡ് ഡോക്ടർ ഗൗതം, ഇപ്പോൾ ഗൗതത്തിൻ്റെ യൂണിറ്റിലാണ് MLA ഉള്ളത്. പറയും. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഇന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ലങ്സിനെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് മെയിനാണ് നമ്മുടെ മെയിൻ ഫോക്കസ് ആൻഡ് അറ്റൻഷൻ ഇന്ന്. സോ ബേസിക്കലി ആ വീഴ്ചയിലുണ്ടായ ക്ഷതം, അതുമൂലം ഉണ്ടായ ലങ്സിനുണ്ടായ കാര്യമായ ക്ഷതം, ബ്ലീഡിങ്, അതുകൂടാതെ പുള്ളിക്കാരി ആസ്പിറേഷനുണ്ടായ
ബ്ലഡും അതുകൊണ്ടുണ്ടാകുന്ന ലങ്സിലേക്കുള്ള കാര്യമായ മാറ്റങ്ങൾ. സോ അത് ഇമ്പ്രൂവ് ചെയ്യാനാണ് മാക്സിമം നമ്മൾ ശ്രമിക്കുന്നത്. ഇന്ന് വെന്റിലേറ്ററിലൂടെ പുള്ളിക്കാരിക്ക് ലങ്സിനും അവയവങ്ങൾക്കും റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അതുകൂടാതെ ആൻറ്റിബയോട്ടിക് കവർ. സോ ഓവറോളായിട്ട് നമുക്ക് ലങ്സിന് സമയമെടുക്കും ഇങ്ങനത്തെ ഒരു ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ. അതുകൊണ്ട് തന്നെയാണ് വെന്റിലേറ്ററിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത്. സോ വരും ദിവസങ്ങളിലും വെന്റിലേറ്ററിൻ്റെ ആവശ്യകതകളുണ്ട്. ബോധത്തിൻ്റെയും ബ്രെയിനിൻ്റെയും കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ പതുക്കെ ആയിരിക്കും പുള്ളിക്കാരിയെ ബോധത്തിലേക്കും സ്വതമേ ശ്വാസം എടുക്കാനുള്ള ഒരു രീതിയിലേക്കും കൊണ്ടുവരാൻ പോകുന്നത്. ഇന്ന് എന്തായാലും പുള്ളിക്കാരി വെന്റിലേറ്ററിലേക്ക് തുടരും. ലങ്സ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ശ്രമങ്ങളായിരിക്കും ഇന്ന് നടക്കുന്നത്. ആൻറ്റിബയോട്ടിക്സും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുടർച്ചയായി ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ബ്ലഡ് പ്രഷർ എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യം. അതെ, അതിപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ആൻറ്റിബയോട്ടിക് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക് ഇപ്പം നല്ല ആൻറ്റിബയോട്ടിക് ആണ് കൊടുക്കുന്നത്. ഓപ്റ്റിമം ഡോസ് എന്നാണ് പറയുക. അതിൻ്റെ ആവശ്യത്തിനുള്ള ഡോസ് 8 തവണ 2 ആൻറ്റിബയോട്ടിക് പോകുന്നുണ്ട്. ഒരെണ്ണം 8 തവണ, ഒരെണ്ണം ട്വൈസ് ഡെയിലി ആയിട്ട് പോകുന്നുണ്ട്. അത് എനിക്കറിയില്ല എന്നുള്ളത്. ഇനി നാളെ ഉണ്ടാവുള്ളൂ. അല്ല, എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. വൈകുന്നേരം എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ മാത്രം. നാളെ ഞങ്ങൾ വെന്റിലേറ്ററിൽ നിന്ന് വീൻ ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെ നാളെ നോക്കിയിട്ട് ഞങ്ങൾ അറിയിക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വൈകിട്ട് പറയാം. സോറി, ഇനി ഇപ്പം അത്യാവശ്യമായിട്ട് ഒന്നുമില്ല. CT യുടെ ആവശ്യമില്ല. ഇപ്പം CT യുടെ ആവശ്യമൊന്നും ഇനിയില്ല. ഇപ്പം ഇല്ല. നമ്മൾ ചെയ്തു, ഇന്ന് രാവിലെ ചെയ്തതാ. I said no. He asked that question. I said she is not out of danger. Not yet.